നീ എന്താ ആലോചിക്കുന്നത്? ഞാൻ നാട് വിട്ടാലോ എന്ന് ആലോചിക്കുക. ഞാൻ അനുമോളെ എന്ന് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ആ സൈബർ അറ്റാക്ക് കിട്ടൂലായിരുന്നു. എന്താ ഈ അശ്ലീലം പറയണേ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നിങ്ങൾക്കൊരു സത്യം അറിയോ? ഞാൻ ഒരു വലിയ സംഭവം. ഇങ്ങനെ എന്താ നീ ഒരു സ്ത്രീയല്ലേ, നിനക്കെന്താ അനുമോളോട് ഇത്ര വൈരാഗ്യം എന്നൊക്കെ പണ്ട് അങ്ങനെ ആ ഒരു സൈഡിൽ നിന്ന് അറ്റാക്ക് കിട്ടുന്നുണ്ട്. പതുക്കെ പറയടാ മൈക്ക്. ഇനി ഈ സാധനം കണ്ട് എനിക്ക് സന്തോഷമല്ല തോന്നുന്നത്, കലിയാ വരുന്നത്. ഞാൻ അനീഷനെ സപ്പോർട്ട് ചെയ്തപ്പോൾ എനിക്ക് അനുമോളെ സൈഡിൽ നിന്ന്, അനുമോളെ പിയാറിന്റെ സൈഡിൽ നിന്ന് നല്ല അറ്റാക്ക് കിട്ടിയിട്ടുണ്ട്. നാല് ശിക്കാരി ശമ്പൊക്കെ ഭാഗ്യത്തിനാ കേസ് തെളിയിക്കുന്നത്, അല്ലാതെ തനിക്ക് വലിയ കഴിവുണ്ടായിട്ടൊന്നുമല്ല. അപ്പൊ നമ്മൾ ഒരു നടക്ക് പോവില്ലല്ലേ? അനുമോള് ജയിച്ച് അപ്പം അത് കോമഡി. പോടാ നമ്മളൊരു വിജയം അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. പക്ഷെ ഞാനിപ്പോഴും പറയുന്നത് അത് അൺഫെയർ ആയിരുന്നു. കണ്ടാ പറയില്ല, ഒരു മാച്ചുമില്ല. സംഭവം കുഴപ്പമൊന്നും തോന്നുന്നു കേട്ടോ. സത്യമോള് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി എങ്ങനെ തെളിയിക്കും? എന്നെ കൊലക്ക് കൊടുക്കാൻ വന്ന ഒഴിയാ ബാധ. അനുമോളെക്കാട്ടും ഡിസേർവിംഗ് ആയിരുന്നു അനീഷേട്ടന്. താൻ എന്നെ പറ്റി എന്താ വിചാരിച്ചേ? ലാസ്റ്റ് ആയപ്പം അനുമോള് അതിൽ നൂറിയായിട്ട് പ്രശ്നം വന്നില്ലേ? അതെ, എനിക്കിവിടെ തിരുനെലിയും വിലയൊക്കെ ഉള്ളത്. അതെ, നിനക്ക് വല്ല നക്കാപ്പിച്ച വേണമെങ്കിൽ അത് മേടിച്ച് വേഗം പോവാൻ നോക്ക്. നൂറനെ കുറെ ഡീഗ്രേഡ് ചെയ്ത്, അതിലെ കുറെ ഡീഗ്രേഡ് ചെയ്ത്. നിന്റെ പരിപാടി തീർത്ത് തരാടാ ഞാൻ. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. കാരണം എല്ലാവരും ഒരാളെ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ ആൾക്കാർക്ക് കാണുമ്പോ അയ്യോ പാവം മോള് കരിയുന്ന്, എന്റെ ലൈഫ് തോലഞ്ഞെന്ന് തോന്നണേ. എന്നെ നാണം കെടുത്താനായിട്ട് പറഞ്ഞ തിരിച്ചിരിക്കുകയാണ്. ഇവരെന്താ ഇങ്ങനെ? മോള് കരിയുന്ന് എന്നൊക്കെ തോന്നുമ്പോ എന്തായാലും ഒരിക്കലും വോട്ട് പോകും. കല്ലും മടി തപ്പണ്ട, ഞാൻ പറഞ്ഞ പിൻവലിച്ചു. മനസ്സ് നിറഞ്ഞു, തന്തയ്ക്ക് വിളിച്ച പോലെ തിരിച്ചു. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ.